ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ കുറച്ച് സൈബർ അധിക്ഷേപങ്ങൾ പി വി അൻവറിന്റെ ഒരു നിലവാരമില്ലാത്ത പ്രസ്താവന ഒഴിച്ചു നിർത്തിയാൽ രാഷ്ട്രീയം പറഞ്ഞു തന്നെയാണ് ഇന്നുവരെ പ്രചാരണം പൂർത്തിയാക്കിയത്. ഇന്ന് കെ സുധാകരൻ പറയുന്നു മഹാരാഷ്ട്ര ഗവർണർ പദവി ഓഫറിൽ ഇ പി ജയരാജൻ ബി.ജെ.പിയുമായി ചർച്ചകൾ പൂർത്തിയാക്കി. കാർമ്മികത്വം ശോഭാ സുരേന്ദ്രൻ. അത് സുധാകരൻ മരുന്ന് കഴിക്കാത്തതുകൊണ്ട് പറഞ്ഞതാണെന്ന് ജയരാജൻ. ദല്ലാൽ നന്ദകുമാർ, ശോഭാ സുരേന്ദ്രൻ. വോട്ടെടുപ്പിന്റെ തലേനാൾ അനാവൃതമാകുന്നത് അളിഞ്ഞ രാഷ്ട്രീയം, അധമ രാഷ്ട്രീയമാണെങ്കിലും അത് തെരഞ്ഞെടുപ്പിന്റെ തലേനാളായതുകൊണ്ട് അതിലെ സത്യമത്ര, കള്ളമത്ര, കതിരേത് പതിരേത് എന്നറിയാത്തതുകൊണ്ട് അത് ചർച്ചക്കെടുക്കണമെന്ന് അറിയില്ല. ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ, നാളെ കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ കേരളത്തോട് കോൺഗ്രസിന് പറയാനുള്ളത് എന്താണ്? ശ്രീ ഹാഷ്മി, കേരളത്തോട് പറയാനായിട്ടുള്ളത് കേരളം എല്ലാ കാലഘട്ടത്തിലും വെച്ചു പുലർത്തിയിരിക്കുന്ന മതേതരമായൊരു കാഴ്ചപ്പാടുണ്ട്. ആ മതേതര കാഴ്ചപ്പാട് അതേപടി തന്നെ നിലനിൽക്കണമെങ്കിൽ CPM-ഉം BJP-യും ഒന്നാണ്. അവരുടെ രണ്ടിനെയും കൂടെ ചേർത്ത് ഒറ്റ മുന്നണി കൺവീനറാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇ പി ജയരാജൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മളതിനെ ലൈറ്ററായിട്ട് വിടാൻ പാടില്ല. കഴിഞ്ഞ ദിവസമാണ് കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ടൊരു മാധ്യമത്തിന് ഞാനൊരു ഒരു അനുഭവം പറയാം. ഞാൻ വാഹനത്തിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വാഹനത്തിന് പുറകിലിരിക്കുന്ന ആളുകൾ ഒരു ഇൻ്റർവ്യൂ പ്ലേ ചെയ്യുകയാണ്. അതിനകത്ത് ഒരാൾ വളരെ ആത്മവിശ്വാസത്തോടു കൂടി പറയുന്നു, ഗുജറാത്തിൽ BJP-യുടെ വലിയ മുന്നേറ്റമാണ് ഉണ്ടാകാൻ പോകുന്നത്. ഗുജറാത്തിലെ തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല, ഗുജറാത്തിൽ BJP-യുടെ വലിയ മുന്നേറ്റം ആവേശത്തോടു കൂടി പറയുകയാണ്. അപ്പോൾ എനിക്ക് ശ്രീ ഹാഷ്മി ആ ശബ്ദം വളരെ പരിചിതമായി തോന്നി. അപ്പോൾ ആ ശബ്ദം ഏത് BJP നേതാവിൻ്റെതാണ് എന്ന തലത്തിൽ ഞാൻ ഫോൺ വാങ്ങി നോക്കുമ്പോൾ അത് പറയുന്ന ആ നാവിൻ്റെ ഉടമയുടെ പേര് ശ്രീ MV ഗോവിന്ദൻ എന്നാണ്. ആരാണ് ശ്രീ MV ഗോവിന്ദൻ? കേരളത്തിലെ CPM എന്ന് പറയുന്ന പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആണ് എന്ന് നമ്മൾ വിചാരിക്കുന്നയാൾ. ഇപ്പോൾ ശ്രീ MM ഹസനാണ് KPCC പ്രസിഡന്റിന്റെ ചുമതല. എന്തുകൊണ്ട് ശ്രീ MM ഹസന് KPCC പ്രസിഡന്റിന്റെ ചുമതല കിട്ടിയെന്ന് ചോദിച്ചാൽ, KPCC പ്രസിഡന്റ് ആയിരുന്ന ശ്രീ കെ സുധാകരൻ അദ്ദേഹം കണ്ണൂരിൽ മത്സരിക്കുവാൻ പോയി. അതേപടി തന്നെ BJP സംസ്ഥാന അധ്യക്ഷനായ ശ്രീ കെ സുരേന്ദ്രൻ വയനാട്ടിൽ മത്സരിക്കുവാൻ പോകുമ്പോൾ ശ്രീ കെ സുരേന്ദ്രൻ ആ BJP അധ്യക്ഷന്റെ അധിക ചുമതല നൽകിയിരിക്കുന്നത് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ MV ഗോവിന്ദനാണ് എന്ന് തെളിയിക്കുന്ന വാചകമാണ്. അതല്ല എങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറിക്ക് എന്തിനാണ് ഗുജറാത്തിൽ BJP-ക്ക് മുന്നേറ്റം ഉണ്ടാകും എന്ന് പ്രവചിക്കുന്നത്? പോകട്ടെ, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിരീക്ഷണം. പക്ഷെ അതിനെന്തിനാണ് ഇത്ര ആവേശം എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഇതേ ശ്രീ ഇ പി ജയരാജനാണ് പറഞ്ഞത് BJP-യുടെ പല സ്ഥാനാർത്ഥികൾ, ഏതൊക്കെ സ്ഥാനാർത്ഥികളാണ് അദ്ദേഹം പേരെടുത്ത് പറഞ്ഞു. തിരുവനന്തപുരത്ത് അദ്ദേഹത്തിൻ്റെ ബിസിനസ് പാർട്ണറായ രാജീവ് ചന്ദ്രശേഖരൻ അടക്കമുള്ള ആളുകൾ വളരെ മികച്ച കാൻഡിഡേറ്റുകളാണെന്ന് പറഞ്ഞു. ശ്രീ രാജീവ് ചന്ദ്രശേഖരനും ശ്രീ ഇ പി ജയരാജനും ബിസിനസ് പങ്കാളിമാരല്ലേ? ഇവരുടെ ശ്രീ ഇ പി ജയരാജന്റെ വിവാദമായ വൈദേഹം റിസോർട്ട് അതിപ്പോൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ശ്രീ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലുള്ള റിസോർട്ട് കമ്പനിയല്ലേ? അപ്പോൾ ഇവർ തമ്മിൽ ബിസിനസ് പാർട്ട്നേഴ്സ് മാത്രമല്ല പൊളിറ്റിക്കൽ പാർട്ട്നേഴ്സ് കൂടിയാണ്. ഇന്ന് ഈ ആരോപണങ്ങളെല്ലാം സ്ഥിരീകരിക്കുന്നത് ആരൊക്കെയാണ് ശ്രീ ഹാഷ്മി? ഒന്ന്, BJP-യുടെ ആലപ്പുഴയിലെ കാൻഡിഡേറ്റും BJP സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ഒരാളായ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ. ഇനി അത് പോകട്ടെ, അത് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ്റെ ഒരു രാഷ്ട്രീയമാണെന്ന് വിചാരിക്കാം. രണ്ടാമത് അതിനെ ക്യാരി ഓൺ ചെയ്യുന്നത് ആരാണ്? അതിനെ ക്യാരി ഓൺ ചെയ്യുന്നതും എവിഡൻഷ്യലായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നതും ശ്രീ ദല്ലാൽ നന്ദകുമാറാണ്. ഈ ദല്ലാൽ നന്ദകുമാർ പറയുന്നതിനെയെല്ലാം അതേപടി വിഴുങ്ങണം എന്ന് വിചാരിക്കുന്ന ഒരാളേ അല്ല ഞാൻ. അദ്ദേഹവുമായിട്ട് ഒരു തരത്തിലുള്ള ബന്ധം എനിക്ക് അദ്ദേഹത്തെ പറ്റി അറിയുന്നില്ല, അദ്ദേഹത്തിൻ്റെ ക്രെഡിബിലിറ്റിയെ പറ്റി എനിക്കറിയില്ല. പക്ഷേ ഈ ദല്ലാൽ നന്ദകുമാറിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് പൊന്നാട ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജാഥയിൽ പങ്കെടുക്കാതെ ശ്രീ ഇ പി ജയരാജൻ ദല്ലാൽ നന്ദകുമാറിൻ്റെ അമ്മയ്ക്ക് പൊന്നാട വിരിയിച്ചു കൊടുക്കുവാൻ വേണ്ടിയിട്ട് പോയിട്ടുള്ള ഒരു ഭൂതകാലം. അന്ന് ശ്രീ ഇ പി ജയരാജൻ പറഞ്ഞത് വളരെ അടുത്ത ബന്ധമാണ് ഞങ്ങൾ തമ്മിലെന്ന് പറഞ്ഞ ആ സുഹൃത്ത് ശ്രീ ഇ പി ജയരാജൻ പാർട്ടി പരിപാടി ജാഥ ഒന്ന് ആലോചിച്ച് നോക്കണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലൊരു പാർട്ടി നടത്തുന്ന ജാഥയിൽ പങ്കെടുക്കാതെ പോയി അമ്മയ്ക്ക് പൊന്നാട ഇട്ട് കൊടുക്കുന്ന തരത്തിലുള്ളൊരു ബന്ധമുള്ള ആള് ഇന്ന് വന്നിരുന്നിട്ട് പറയുകയാണ് ശ്രീ ഇ പി ജയരാജൻ BJP-യിലേക്ക് പോകുവാൻ ചർച്ച നടത്തിയത്. ഇനി മാത്രമല്ല, ഏറ്റവും ഗൗരവതരമായി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഞങ്ങൾ ആരോപിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണമല്ലേ, തൃശ്ശൂരിൽ ഡീലിംഗ് ഉണ്ട്. തൃശ്ശൂരിലെ ഡീൽ എന്താണ്? തൃശ്ശൂരിൽ BJP-ക്ക് വേണ്ടി ഒന്ന് കണ്ണടച്ചു കൊടുത്താൽ അവിടെ CPM-ഉം ഒന്ന് CPI-ക്ക് വോട്ട് ചെയ്യില്ല. BJP-ക്ക് വേണ്ടി ഒന്ന് കണ്ണടച്ചു കൊടുത്താൽ ലാവ്ലിൻ കേസ് സെറ്റിൽ ചെയ്ത് തരാമെന്ന് പറയുമ്പോൾ ഒന്നാമത്തെ കാര്യം, ഈ ദല്ലാളിനെ മുഖവിലേക്ക് എടുക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റി എത്രത്തോളമാണെന്ന് അറിയില്ല. എനിക്കറിയില്ല അദ്ദേഹം ആരാണെന്നോ അദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇനി ദല്ലാളിനെ മുഖവിലേക്ക് എടുത്താൽ തന്നെ ഈ ഓഫർ പ്രകാശ് ജാവ്ദേക്കർ മുന്നോട്ട് വെച്ചപ്പോൾ അത് നടക്കില്ല എന്ന് ഇ പി ജയരാജൻ പറഞ്ഞു എന്നാണ് പറയുന്നത് നന്ദകുമാർ. അല്ല ശ്രീ ഹാഷ്മി, ഞാനൊന്ന് പൂർത്തീകരിക്കട്ടെ. ഞാനൊരു പോയിന്റ് ഓഫ് സസ്പെക്റ്റിൽ തന്നെയാണല്ലോ ശ്രീ ദല്ലാൽ നന്ദകുമാറിനെ നിർത്തിയിരിക്കുന്നത്. എനിക്ക് അദ്ദേഹത്തെ ഒരു പരിചയവുമില്ലാത്ത ഒരാളാണ്, അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തിൻ്റെ ക്രെഡിബിലിറ്റിയെ പറ്റി പറയാൻ അറിയില്ല. പക്ഷെ ഞാൻ പറയുന്നത് അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് പൊന്നാടയിട്ട് കൊടുക്കാൻ ശ്രീ ഹാഷ്മി അല്ലല്ലോ പോയത്, ഞാനല്ലല്ലോ പോയത്.
ഇവിടെ ഇരിക്കുന്ന ശ്രീ പ്രകാശ് മാഷല്ലോ പോയിരിക്കുന്നത്. അവിടെ പോയതാരാണ്? അവിടെ പോയിരിക്കുന്നത് ശ്രീ ഇ പി ജയരാജനാണ്. ഞാൻ പറഞ്ഞു വെച്ചത് ഇത് ഇ പി ജയരാജന്റെ ഒറ്റപ്പെട്ട ശ്രമമല്ല എന്നാണ് ഞാൻ പറയുന്നത്. തൃശ്ശൂരിൽ സീറ്റ് ഏത് വിഷയത്തിലാണ്? SLC ലാവലിൽ ഒത്തുതീർപ്പാക്കി കൊടുക്കാൻ പറയുന്നത്. ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ കെ സുരേന്ദ്രൻ പാലക്കാട്ട് പോയി നടത്തുന്ന പത്രസമ്മേളനം എന്താണ്? പാലക്കാട്ട് ബൈ ഇലക്ഷൻ ഉണ്ടാകില്ല എന്ന് വെച്ചാൽ എന്താ ഇതിനർത്ഥം? ശ്രീ ഷാഫി പറമ്പിൽ വടകരയിൽ ജയിക്കില്ല എന്ന് ശ്രീ കെ സുരേന്ദ്രൻ പറഞ്ഞു വെക്കുകയാണ്. എന്നാൽ എന്തുകൊണ്ടാണ് ശ്രീ കെ സുരേന്ദ്രൻ എന്നാൽ വടകരയിൽ ഞങ്ങൾ നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥി ശ്രീ പ്രഫുൽ കൃഷ്ണൻ ജയിക്കും എന്നൊരു വാക്ക് പറഞ്ഞില്ലല്ലോ? ശ്രീ പ്രഫുൽ കൃഷ്ണനും അവിടെ മത്സര രംഗത്ത് തന്നെ ഇല്ലല്ലോ. അദ്ദേഹത്തെ പലപ്പോഴും ഞാൻ അവിടെ ചുമതലയുണ്ടായിരുന്ന ഒരാളാണല്ലോ, നമുക്ക് കളത്തിൽ തന്നെ കാണുവാൻ കഴിയില്ലായിരുന്നു. ഞാൻ പറയുന്നു, വടകരയിലും തൃശ്ശൂരിലും ഒക്കെ CPM-ഉം BJP-യും തമ്മിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അവിശുദ്ധ ബാന്ധവമുണ്ടല്ലോ, ആ ബാന്ധവത്തെ കൂടി തകർത്തുകൊണ്ടാണ് കേരളീയ മതേതര പൊതുസമൂഹം ഈ തെരഞ്ഞെടുപ്പിൽ 2020 അതൊരു ആവേശത്തിൽ പറയുന്ന വാചകമല്ല ശ്രീ ഹാഷ്മി, 2020 അടിക്കും. കാരണം എന്താ അറിയോ? ഇവർ ഒരുമിച്ച് നിന്നാൽ പോലും ഇവർ ഒരുമിച്ച് നിൽക്കണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. കഴിയുമെങ്കിൽ ഇവർ ഒറ്റ സ്ഥാനാർത്ഥികളെ നിർത്തണം. ഒറ്റ സ്ഥാനാർത്ഥികളെ നിർത്തിയാൽ മാത്രമേ എന്തുണ്ടാവുകയുള്ളൂ? ജനങ്ങൾ കോർത്തെടുക്കുവാൻ കഴിയുകയുള്ളൂ. 2 കോടി തൊഴിലവസരങ്ങൾ പ്രതിവർഷം തരുമെന്ന് പറഞ്ഞ് പറ്റിച്ചത്, 15 ലക്ഷം രൂപ അവരവരുടെ അക്കൗണ്ടിലേക്ക് ഓരോ ഇന്ത്യക്കാരൻ്റെയും അക്കൗണ്ടിൽ ഇട്ടുകൊടുക്കുമെന്ന് പറഞ്ഞ് പറ്റിച്ചത്, 50 രൂപയ്ക്ക് 1 ലിറ്റർ ഡീസൽ കൊടുക്കുമെന്ന് പറഞ്ഞത്, കള്ളപ്പഴം ഒരു നാട്ടിലെത്തിക്കുമെന്ന് പറഞ്ഞ കേന്ദ്ര സർക്കാരിന്റെ വാഗ്ദാന വഞ്ചനങ്ങൾ ഓർക്കണമെങ്കിൽ ഇവർ ഒരുമിച്ച് നിൽക്കണം. ഇനി കേരളത്തിൽ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചത്, വെള്ളക്കരം വർദ്ധിപ്പിച്ചത്, ബസ് ചാർജ് വർദ്ധിപ്പിച്ചത്, പിന്നെ ഇലക്ട്രിസിറ്റി സർചാർജ് വർദ്ധിപ്പിച്ചത്, പെട്രോളിന്റെയും ഡീസലിന്റെയും സെസ് വർദ്ധിപ്പിച്ചത്, നമ്മുടെ വീട്ടുകരം വർദ്ധിപ്പിച്ചത്, നമ്മുടെ കെട്ടിട നിർമ്മാണ നികുതി വർദ്ധിപ്പിച്ചത്, രജിസ്ട്രേഷൻ ഫീസ് വർദ്ധിപ്പിച്ചത്, സ്റ്റാമ്പ് ഡ്യൂട്ടി വർദ്ധിപ്പിച്ചത്, തൊഴിലില്ലായ്മ നിരക്ക് വളരെ വർദ്ധിപ്പിച്ചത്, അഭ്യസ്തവിദ്യരായ തൊഴിൽ അന്വേഷികളായ ചെറുപ്പക്കാർ പരീക്ഷ എഴുതി പാസ്സായതിനു ശേഷം മുട്ടിലിഴഞ്ഞ് ഭിക്ഷ യാചിച്ച് കയ്യിൽ കർപ്പൂരാഴി നടത്തിയിട്ടും ജോലി കിട്ടാത്ത സാഹചര്യങ്ങളെ പറ്റി ഓർക്കുവാൻ, സബ്സിഡൈസ്ഡ് നിരക്കിൽ വിൽക്കേണ്ടുന്ന സപ്ലൈകോയിലെ സാധനങ്ങൾ ലഭ്യമല്ലാത്ത സാധനങ്ങൾക്ക് വിലക്കയറ്റം ഉണ്ടാക്കിയത് അടക്കമുള്ള കാര്യങ്ങൾ ഓർക്കണമെങ്കിൽ ഇവർ ഒരുമിച്ച് നിൽക്കുന്ന ശ്രീ ഹാഷ്മി പറയുന്നു. BJP-യുടെയും CPM-ന്റെയും അവിഹിത ബാന്ധവത്തെ ചെണ്ട കൊട്ടി മതേതര മലയാളികൾ തോൽപ്പിക്കും. ശരി.